ദേശീയ നേതാക്കളുടെ സാന്നിധ്യം മറ്റു സീറ്റുകളിൽ ഇത്തവണ സഹായകമാവും? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കേരളത്തിലെ 20 സീറ്റും UDF നേടാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. ശമ്പളം കൊടുക്കാത്ത, പെൻഷൻ കൊടുക്കാത്ത, അരി കൊടുക്കാത്ത, തൊഴിൽ കൊടുക്കാത്ത, സ്തംഭിച്ച് നിൽക്കുന്ന ഒരു കേരളത്തിലാണ് ഇത്തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് മുഖാമുഖം നടത്തിയത് കൊണ്ട് കാര്യമില്ല. അവർക്ക് കൊടുക്കാനുള്ള കരുത്ത് സർക്കാരിനുണ്ടാകണം. ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയണം. അല്ലാണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ 1-2 പാർട്ടി പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് പോയി BJP എന്തോ വലിയ നേട്ടം ഉണ്ടാക്കിയെന്ന് പറയുന്നതൊക്കെ സോപ്പ് കുമിളകളാണെന്ന് വരും ദിവസങ്ങളിൽ തെളിയിക്കാൻ പോകുന്ന കാര്യമാണ്. മഹാരാഷ്ട്രയിലെ അവസ്ഥ എന്താണ്? അവിടെ ഇന്ത്യ സഖ്യം ചർച്ചകൾ പൂർത്തിയായിട്ടില്ല ഇതുവരെ. വേണം. മഹാരാഷ്ട്രയിലെ ചർച്ചകൾ ഏതാണ് അന്തിമഘട്ടത്തിലാണ്. 10-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് അതിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്. ഞാൻ ഓൺലൈനിൽ പങ്കെടുക്കും. അന്ന് എനിക്ക് വരാൻ കഴിയാത്തൊരു സ്ഥിതി കൊണ്ട് ഓൺലൈനിൽ പങ്കെടുക്കും. മഹാവികാസ് അഗാഡി വളരെ ശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഏകദേശം സീറ്റ് വിഭജനം ചെയ്യേണ്ട അന്തിമഘട്ടത്തിലാണ്. പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജന സമാജിൻ്റെ ആയിട്ടുള്ള ചർച്ചകളാണ് അല്പം വൈകിച്ചതിൻ്റെ കാരണം. ഏതായാലും ഈ ദിവസങ്ങളിൽ അതും പൂർത്തിയാക്കും. വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. നാളെ ബോംബെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്യാമ്പാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മഹാരാഷ്ട്ര കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്യാമ്പ് കഴിഞ്ഞു. നാളെ കോൺഗ്രസ് പ്രസിഡന്റ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയിൽ വളരെയേറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യ മുന്നണി. 17-ാം തീയതി 12-ാം തീയതി രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര മഹാരാഷ്ട്രയിൽ നന്ദുർബാർ എന്ന് പറയുന്ന ട്രൈബൽ മേഖലയിൽ പ്രവേശിക്കുന്നു. 17-ാം തീയതി അതിൻ്റെ സമാപനം. 17-ാം തീയതി ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ റാലി ബോംബെയിൽ നടക്കും. ഒന്നുകൂടെ കേരളത്തിലേക്ക് വരണം. അതായത് പത്മജ വേണുഗോപാൽ അല്പസമയം മുമ്പ് നമുക്കൊരു അഭിമുഖം തന്നിരുന്നു. അതിനകത്ത് അവർ വ്യക്തമാക്കുന്നത് BJP പറഞ്ഞാൽ മുരളി എവിടെയാണോ മത്സരിക്കുന്നത് അവിടെ അവർ പ്രചാരണത്തിന് ഇറങ്ങുമെന്നുള്ളതാണ്. അതൊരു വെല്ലുവിളിയാണോ? അത് അങ്ങനെ പ്രചരണത്തിന് ഇറങ്ങിയാൽ മുരളിയുടെ വോട്ട് ഉറപ്പായി വർദ്ധിക്കും. ഒരു സംശയവും എനിക്കില്ല. മുരളിയുടെ വോട്ട് വളരെ കൂടുതലായി വർദ്ധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇറങ്ങണമേ എന്നാണ് ഗുരുവായൂരപ്പനോടുള്ള എൻ്റെ പ്രാർത്ഥന. തൃശ്ശൂരിൽ അവർക്ക് വലിയൊരു മാസ് ബേസ് ഉണ്ടോ സാർ? ഇവർ അവകാശപ്പെടുന്ന രീതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 3 തവണ നിന്ന് വിജയിക്കണ്ടേ? അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഇവർ കോൺഗ്രസ്സിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളെ പിടിച്ച് BJP വളർത്താമെന്ന് കരുതിയാൽ അതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വിൽക്കാൻ പോകുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഹൈക്കമാൻഡ് ഒരു നിർദ്ദേശം മുന്നോട്ട് അഭിപ്രായം തേടിയിട്ടുണ്ടെന്ന് പറയുന്നു. അല്ല, അത് അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യം നിറവേറ്റാൻ ഞാൻ സന്നദ്ധനാണ്. അങ്ങനെ ഇതൊരു ആരും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാനൊരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടിയിൽ സ്ഥാനമാനങ്ങളെക്കാൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ. നിങ്ങൾക്കറിയാമല്ലോ, സ്ഥാനമില്ലാതെയും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, സ്ഥാനത്തോടെയും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് വിഷയമല്ല. 100% പാർട്ടിയുടെ താല്പര്യത്തിനും UDF താല്പര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. നാളെ ഈ കരുണാകരൻ്റെ വിഷയം ചോദിച്ചപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇവർ ഈ മുരളി മന്ദിരമൊക്കെ കൂടുതൽ ഷെയർ ഇവരുടെ കയ്യിലാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ സമാധി അവിടെയാണ്. അപ്പോൾ BJPയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടത് മാറുമോ? ഒരു കാലത്ത് ലീഡറെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള ആളുകൾ BJPക്കാരാണ്. ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ മലയാള മാസം 1-ാം തീയതി പോകുമ്പോൾ അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുകയും തടയുകയും ചെയ്തിട്ടുള്ള BJPക്കാരാണ്. അവർക്ക് ലീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ വന്ന് പ്രായശ്ചിത്തം ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അത് ഞാൻ എതിരൊന്നുമല്ല. ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം കാണിക്കാൻ ഒരു മുരളി മന്ദിരത്തിൽ വരുന്നെങ്കിൽ അതിന് ഞാൻ എതിർക്കുന്നില്ല.